നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പുൽവാമ ഭീകരാക്രമണ സൂത്രധാരൻ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. വെടിയേറ്റ് മരിച്ചത് പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ വെച്ച്. ജമ്മുകശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും പ്രതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വീഴ്ച സമ്മതിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും NTA. കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി സമിതി. കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഡൽഹിയിൽ. സാമ്പത്തിക ഇന്ധന മേഖലകളിൽ നിർണായക ചർച്ച. മന്ത്രിസഭാ പുനഃസംഘടനയും പ്രധാന വിഷയം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണ രൂപം ആവർത്തിച്ച് VD സതീശൻ. പിണറായി വിജയന് ഹസ്തദാനം നൽകി TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും G സുധാകരന് ചിരിച്ച് കൈകൊടുത്ത് പിണറായി വിജയൻ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് സന്ദീപ് വാര്യർ. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞ് ചാണ്ടി ഉമ്മൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. പെരിയാർ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ പരോളിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അധ്യാപകരടക്കം 10 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ ബസ് അപകടത്തിൽ വിശദമായ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. വാഹനത്തിൽ അനുവദനീയമല്ലാത്ത ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നോ എന്നും കോടതി. ഗതാഗത കമ്മീഷണർ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. ബംഗളൂരു വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിൽ ഇടിച്ചു. അപകടം ഒഴിവായത് പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം. യാത്രക്കാർ സുരക്ഷിതർ. അന്വേഷണം ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. 2019 പുൽവാമ ഭീകരാക്രമണ സൂത്രധാരൻ ഹംസ ബുർഹാനെ വെടിവെച്ചു കൊന്നു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ വെച്ചാണ് വെടിയേറ്റത്. ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹംസ ബുർഹാൻ പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ്. ഒന്നിലധികം വെടിയുണ്ടകളേറ്റ ഹംസ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് വിവരം. വ്യാഴാഴ്ചയാണ് സംഭവം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. മേഖലയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അർജുമൻ ഗുൽസാർ ദർ എന്നാണ് ബുർഹാന്റെ യഥാർത്ഥ നാമം. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ബുർഹാനെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചത്. ജമ്മുകശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും പ്രതിയാണ്. പുൽവാമ സ്വദേശിയായ ഹംസ ബുർഹാൻ 7 വർഷം മുമ്പാണ് അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയത്. 40 CRPF ജവാന്മാരാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചത്. പുതിയ X അക്കൗണ്ടുമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി. പഴയ അക്കൗണ്ട് മരവിച്ചതിന് പിന്നാലെയാണ് പുതിയ അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടത്. തങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് കരുതിയോ എന്ന പോസ്റ്റോട് കൂടിയാണ് പുതിയ അക്കൗണ്ട്. പ്രതീക്ഷിച്ചത് സംഭവിച്ചെന്നാണ് സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ പ്രതികരണം. തൊഴിലില്ലായ്മയ്ക്കും നീതിപീഠത്തിന്റെ വിവാദ പരാമർശങ്ങൾക്കുമെതിരെ യുവാക്കളുടെ പ്രതിഷേധമായി രൂപം കൊണ്ട ഈ മൂവ്മെന്റ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. തൊഴിലില്ലാത്ത യുവാക്കളെ ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റകളോട് ഉപമിച്ചതിനെതിരെയാണ് കൂട്ടായ്മ തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ 1 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിനെ CJP പിന്നിലാക്കിയിരുന്നു. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പരോൾ അനുവദിച്ചത് സംബന്ധിച്ചുള്ള എല്ലാ വസ്തുതകളും സമഗ്രമായി അന്വേഷിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. LDF സർക്കാർ അധികാരം ഒഴിയുന്നതിന് തൊട്ടുമുമ്പാണ് ജയിൽ വകുപ്പ് പരോൾ നടപടികൾക്ക് അനുമതി നൽകിയത്. കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. വാൽപ്പാറ ബസ് അപകടത്തിൽ വിശദമായ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. അധ്യാപകരടക്കം 10 പേർക്ക് ദാരുണാന്ത്യമുണ്ടായ വിഷയത്തിലാണ് കോടതിയുടെ ഇടപെടൽ. ഗതാഗത കമ്മീഷണർ 10 ദിവസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് നൽകണം. വാഹനത്തിൽ അനുവദനീയമല്ലാത്ത ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു.
നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടു. NTA ഡയറക്ടർ, NTA ചെയർപേഴ്സൺ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പാർലമെന്ററി സമിതി വിളിച്ചു വരുത്തിയിരുന്നു. കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താനാണ് ശ്രമം നടത്തിയതെങ്കിലും വീഴ്ച വന്നതിൽ തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് NTA സമ്മതിച്ചു. പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും NTA സമിതിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയുടേത് കേവലം ഒരു വിദേശയാത്രയല്ല, രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് കരുത്ത് പകരുന്ന യാത്രയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. AI, സെമി കണ്ടക്ടർ, ഊർജ്ജ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കാൻ യാത്ര സഹായകരമായി. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായിരിക്കുന്നു. നരേന്ദ്രമോദിയെ ലോകം അംഗീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അപമാനിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുത്തുന്നതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്കെന്നും അദ്ദേഹം ആരോപിച്ചു. अंतर्राष्ट्रीय यात्रा डिप्लोमेटिक पॉलिटिकल स्टेज पर नहीं थी. इसने बड़े परिणाम भारत के भविष्य के लिए उत्पन्न करे. 57 आउटकम एक प्रकार से भारत की आगे की विकास की रणनीति हो, भारत के आर्थिक यात्रा हो, भारत के आगे आने वाले दिनों में क्षमताएं बढ़ाने की बात हो, आत्मनिर्भरता मजबूत करना हो, जनजीवन में लोगों को सुविधाजनक वस्तुएं उपलब्ध हो, हर प्रकार से. ബംഗളൂരു വിമാനത്താവളത്തിൽ വൻ ദുരന്തം ഒഴിവായി. ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ പിൻഭാഗം റൺവേയിലിടിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്നെത്തിയ വിമാനത്തിന്റെ പിൻഭാഗമാണ് റൺവേയിലിടിച്ചത്. പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. വിമാനം വിശദമായ പരിശോധനകൾക്കായി ബംഗളൂരു വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയത്തിന്റെ അന്വേഷണം ആരംഭിച്ചു. 16ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. പ്രോം ടൈം സ്പീക്കർ G. സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSPയും CMPയും RMPയും VT ബൽറാമും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റുള്ളവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം G. സുധാകരനും പിണറായി വിജയനും ഹസ്തദാനം ചെയ്തതും ശ്രദ്ധേയമായി. 16ാം കേരള നിയമസഭയ്ക്ക് തുടക്കമാകുമ്പോൾ ആവേശത്തോടെയാണ് പുതിയ സർക്കാരിൽ സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോട്ടേം സ്പീക്കറായി G. സുധാകരൻ സഭയെ നിയന്ത്രിച്ചതു മുതൽ ഒട്ടേറെ രാഷ്ട്രീയ കൗതുകങ്ങൾക്കും ആദ്യ ദിനം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലൂടെ പേരിനെ ചൊല്ലിയുള്ള വിവാദത്തിലെ തന്റെ നിലപാട് സഭയിലും ആവർത്തിച്ചു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു ആദ്യ ദിനത്തിൽ കേന്ദ്രബിന്ദു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അംഗങ്ങളെല്ലാവരും സ്പീക്കർക്കരികിലെത്തി അഭിവാദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ G. സുധാകരന് സമീപം എത്തുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാൽ മറ്റുള്ളവരെ പോലെ പിണറായിയും പ്രോട്ടേം സ്പീക്കർക്കരികിലെത്തുകയും G. സുധാകരനാകട്ടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഹസ്തദാനം നൽകുകയും ചെയ്തു. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമായിരുന്നു G. സുധാകരന് കൈകൊടുത്ത് മടങ്ങിയത്. അതിനിടെ പരസ്യമായി കലാപമുണ്ടാക്കി CPM-ൽ നിന്ന് പുറത്തുപോയ കണ്ണൂരിലെ കരുത്തന്മാരായ TK ഗോവിന്ദനും V. കുഞ്ഞികൃഷ്ണനും പിണറായിയെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതംഗങ്ങളും RSP അംഗങ്ങളും CPM-ൽ നിന്ന് CP ജോണും RMPയിൽ നിന്ന് KK രമയും സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസിലെ യുവനേതാവും തൃത്താല അംഗവുമായ VT ബൽറാം നെഞ്ചിൽ കൈവച്ച് സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തതും കൗതുകമായി. മറ്റുള്ളവരെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സന്ദീപ് വാര്യർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭാഷകളിലെ വൈവിധ്യവും ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, K. മുരളീധരൻ, മാത്യു കുഴൽനാടൻ, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം MLA AK മഷ്റഫ് കന്നഡയിലും ಕಾನೂನಿನ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ദേവികുളം MLA A. രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഉണ്മയാവും നേർമയാവും നിറവേറ്റുമെന്ന് എന്ന് കടവുളിൻ പേരിൽ ഉറുതി അളിக்கிறேன். രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 BJP അംഗങ്ങൾ കേരള നിയമസഭയിലെ മറ്റൊരു ചരിത്രമാണ്. BJP നേതാക്കൾ പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ 1 വർഷം മുമ്പ് പഴയ തട്ടകം വിട്ട് സന്ദീപ് വാര്യർ ഭരണപക്ഷ നിരയിലിരിക്കുന്നു എന്നതും മറ്റൊരു രാഷ്ട്രീയ കൗതുകം. ഇത്തവണ സഭയിലെ 1-ാം നമ്പർ സെലിബ്രിറ്റി പാലക്കാട് MLA രമേശ് പിഷാരടിയാണ്.
കേരള നിയമസഭയിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ മുഖം വരുമ്പോൾ ഫാത്തിമ തെഹ്ലിയിലൂടെ അത് മാറ്റത്തിന്റെ ശബ്ദം കൂടിയായി മാറുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ ബി.ജെ.പിക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. ചാത്തന്നൂർ എം.എൽ.എ. ബി ഗോപകുമാർ ബി.ജെ.പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് 3 ബി.ജെ.പി എം.എൽ.എമാരും നിയമസഭയിലേക്ക് എത്തിയത്. രാവിലെ ബി.ജെ.പി ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് എം.എൽ.എമാരായ ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബി ഗോപകുമാർ എന്നിവർ പാളയത്തേക്ക് എത്തിയത്. നാടിന്റെ വികസനവും അഴിമതിരഹിത ഭരണവുമാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭയിൽ ഇത്തവണ ബി.ജെ.പി പുതിയ ചരിത്രവും എഴുതും. ഇന്നു മുതൽ അസംബ്ലിയുടെ ഉള്ളിലും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാനും ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനാണ് ഈ 3 എം.എൽ.എമാർ ഇനി മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ബി ഗോപകുമാർ എന്നീ 3 എം.എൽ.എമാരും ഘോഷയാത്രയായി നിയമസഭയിലേക്ക്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നും വ്യത്യസ്തതകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചാണ്ടി ഉമ്മൻ ഇന്നും പതിവ് തെറ്റിച്ചില്ല. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് നിയമസഭയിലെത്തിയത് സൈക്കിൾ ചവിട്ടിയാണ്. കഴിഞ്ഞ തവണ നടന്നു വന്ന ചാണ്ടി ഉമ്മൻ ഇത്തവണ സത്യപ്രതിജ്ഞ എത്തിയത് സൈക്കിളിലാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം പതിച്ച ഷർട്ടും പാൻറ്റും ധരിച്ച് വേഷത്തിലും ചാണ്ടി വ്യത്യസ്തനായി. സത്യപ്രതിജ്ഞയുടെ ദിവസം സൈക്കിളിൽ വരാനുള്ള തീരുമാനം. ഞാൻ ഈ സൈക്കിൾ പ്രചരണം നടത്തിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അപ്പോൾ സൈക്കിളിൽ വരുന്നതിനൊരു അസ്വാഭാവികതയില്ല. പ്രതിഷേധമാണോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ ഇവിടുത്തെ ഒരു എം.എൽ.എ. ആണ്, 140 പേരിൽ ഒരാൾ. ഇതൊരു പ്രതികാരമില്ല. ഇങ്ങനെ വാർത്തകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ വാർത്ത ഉണ്ടാക്കി ഞങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. മുദ്രാവാക്യം മുഴക്കി അണികളും ഒപ്പമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വ്യത്യസ്തത പുലർത്തിയ എം.എൽ.എ. ആയിരുന്നു ചാണ്ടി ഉമ്മൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സും പോസ്റ്ററും ഒഴിവാക്കിയായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രചാരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വി.ഡി. സതീശൻ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പങ്കുവച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയ ആശാപ്രവർത്തകർ പായസ വിതരണവും നടത്തി. മുമ്പുണ്ടായിരുന്ന സർക്കാർ ഒലിച്ചുപോയത് ആശമാരുടെ കണ്ണീർ പുഴയിലാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ആദ്യ ക്യാബിനറ്റിൽ ഈ പ്രഖ്യാപനമാണ് ആഘോഷ ഒത്തുചേരലിന് കാരണം. സമരം കണ്ടിൽ നിന്ന് നടിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വിജയസംഗമം ഉദ്ഘാടനം ചെയ്ത പ്രേംകുമാർ. സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് അത് തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ, കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരന്മാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ഇടത് സർക്കാരിനെ താഴെ ഇറക്കിയത് ആശാ സമരവും കേരയിൽ വിരുദ്ധ സമരവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. 2ാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത്, അല്ലെങ്കിൽ 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സ്വപ്നം തകർത്തത് ആശാ സമരവും സിൽവർ ലൈൻ സമരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമരത്തിനെതിരായ സർക്കാർ നടപടികളെ വിമർശിച്ച N.K. പ്രേമചന്ദ്രൻ, ക്രൂരമായ നിലയിൽ, പ്രാകൃതമായ നിലയിൽ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് ഈ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ആശാ വർക്കർമാർ. ഞങ്ങൾക്ക് വാക്ക് തന്ന ആ വാക്ക് ഇന്ന് പാലിച്ചിട്ടുണ്ട്. ആ വാക്ക് ഇനിയും പാലിക്കും. ഞങ്ങൾക്ക് 21,000 രൂപ തരുകയും ചെയ്യും. ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക 1 മാസത്തിനുള്ളിൽ. അതിനും ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. 266 ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്തത്. ഓണറേറിയം 21,000 ആക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് ആശാപ്രവർത്തകർ പറയുന്നു.
ആശാസമരത്തെ അക്ഷരം തെറ്റാതെ ഐതിഹാസിക രാഷ്ട്രീയ സമരം എന്ന് തന്നെ വിളിക്കാം. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സമൂഹം ഒന്നടങ്കം ഒപ്പം നിന്നപ്പോൾ ആ സമരത്തിൽ ഒലിച്ചു പോയത് ഒരു ഭരണകൂടം തന്നെയാണ്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം വൈകിയത് മുസ്ലിം ലീഗിന്റെ ഇടപെടൽ കാരണമെന്ന് വി മുരളീധരൻ MLA. ആഭ്യന്തരമന്ത്രിക്ക് പകരം PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ രണ്ടാമൻ എന്നത് നൽകുന്ന സന്ദേശം ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പറഞ്ഞിട്ട് അധികാരമേറ്റ് ആദ്യം പോയത് ബിഷപ്പ് ഹൌസിലേക്കാണെന്നും SNDPയോടും NSSനോടും മാത്രമാണോ പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിണ്ണനിറങ്ങൽ പ്രയോഗം SDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള ഈ ശത്രുതാപരമായ സമീപനം, ആ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേരളത്തിലെ കനത്ത പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായെന്ന് കഴിഞ്ഞയാഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയിരുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായിയെ തെരഞ്ഞെടുത്തത് ഐക്യകണ്ഠേനയാണെന്നും തീരുമാനം പുനഃപരിശോധിക്കാൻ ആരും പറഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. PBയുടെ അംഗീകാരത്തോടുകൂടി ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വിമർശനങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്താൻ നേരത്തെ PB സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക് ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജേഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവരാണ് വിജയ് സർക്കാരിലെ കോൺഗ്രസ് മന്ത്രിമാർ. 5 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാകുന്നത്. ആകെ 234 നിയമസഭാ അംഗങ്ങളുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിൽ 36 അംഗങ്ങൾ വരെയാകാം. നിലവിൽ മുഖ്യമന്ത്രിയും 32 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കർശന നിർദ്ദേശം നൽകി പെരുമ്പാവൂർ മുൻസിഫ് കോടതി. മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണം. ആലുവ റൂറൽ പോലീസ് മേധാവി സുരക്ഷ ഉറപ്പാക്കണം. ഉത്തരവ് നടപ്പാക്കി 23 റിപ്പോർട്ട് സമർപ്പിക്കണം. ആ വിവരങ്ങളുമായി കിരൺ കുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. കിരൺ, വളരെ അതിസങ്കീർണമായിട്ടുള്ളൊരു നടപടിയാണ്. ഇതിനു മുമ്പും ഒഴിപ്പിക്കൽ നടപടിയൊക്കെ നടന്നപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വരുമ്പോൾ ഇനി അങ്ങോട്ട് ഏത് രീതിയിലായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഒരു സാഹചര്യം കൂടിയാണ്. അമ്പിളി, മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾ തുടരണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിയ സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒഴിപ്പിക്കുന്ന നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഒരു കർശന നിർദ്ദേശം വന്നിരിക്കുന്നത്. മറ്റന്നാൾ വീണ്ടും ഈ കുടിയൊഴിപ്പിക്കലിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് ആലുവ റൂറൽ SP-ക്കും ഒപ്പം തന്നെ KSEBിക്കും ഫയർ ആൻഡ് റെസ്ക്യൂവിനും അടക്കം ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ കുടിയൊഴിപ്പിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടതായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആലുവ റൂറൽ SP-ക്ക് നൽകിയിരിക്കുന്നത്.
വേണ്ടി വന്നാൽ പോലീസിന്റെ നടപടികളോടുകൂടി തന്നെ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണം. 23-ാം തീയതി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ആ നടപടികൾ തുടരണം. പിന്നീട് 26-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൊടിയൊഴിപ്പിക്കലിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള സഹകരണം ലഭിച്ചിട്ടില്ല എന്നുകൂടി ഈ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഇടപെടലുകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതി ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി KSEB ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കം ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കണം, പോലീസിന് സഹായം ഒരുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും കോടതി നൽകിയിട്ടുണ്ട്. അമ്പിളി. കിരൺ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സിന്ധുവിനെ എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് അവരെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നൊക്കെ കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അമ്പിളി, ഏതായാലും ഈ കേസിലെ മുഖ്യപ്രതിയാണ് സ്റ്റോയ്സി എന്നറിയപ്പെടുന്ന സിന്ധു. ഈ സിന്ധുവിൻ്റെ എതിരായിട്ട് പോലീസ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പ്രതികൾ, പരാതിക്കാരായിട്ടുള്ള ആളുകളെ ഇവർ ജോലി വാഗ്ദാനം ചെയ്ത്, പ്രത്യേകിച്ച് ഈ 2 പരാതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യ പരാതിയായിട്ടുള്ള ബ്യൂട്ടി പാർലർ ജോലി, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബായിലെത്തിക്കുകയും പിന്നീട് അവിടെ വെച്ച് മയക്കുമരുന്ന് നൽകി യുവതിയെ ലൈംഗിക പ്രവൃത്തിക്ക് ഉപയോഗിച്ചു എന്ന ഒരു പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഇന്ന് പോലീസ് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്, കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ സിന്ധുവിനെതിരായിട്ട് ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ പോലീസിന്റെ കണ്ടെത്തലുകളായിട്ട് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്, ഈ യുവതിയെ ദുബായിൽ വെച്ച് കോളയിൽ വെള്ളപ്പൊടി കലർത്തിക്കൊണ്ട് ഇവർ കുടിപ്പിച്ചു. പിന്നീട് യുവതി അബോധാവസ്ഥയിലാവുന്നു. അബോധാവസ്ഥയിലുള്ള യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഈ ദൃശ്യങ്ങൾ സിന്ധു പകർത്തുകയും പിന്നീട് യുവതിയുടെ ഭർത്താവിന് ഈ ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് കോടതിയിൽ പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സിന്ധുവിന് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല 2 പേർ കൂടി കസ്റ്റഡിയിലാകാനുമുണ്ട്. ഈ പ്രതികളുമായിട്ട് സിന്ധു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൻ്റെ UPI ഇടപാടിൻ്റെ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഇങ്ങനെ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുകയും പിന്നീട് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് സിന്ധുവിനെതിരായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ കൂടുതൽ പേർ ഇനി പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 2-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിന്ധുവിനെ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്പിളി. ശരി, മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സിന്ധുവിനെ എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെയാണ് കൊച്ചിയിൽ എത്തിച്ചത്. എന്തായാലും അന്വേഷണം ഇതുമായി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മാത്രമേ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറയാൻ സാധിക്കൂ. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതി. മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നുള്ളതാണ് കോടതിയുടെ ആവശ്യം. ഈ 2 പ്രധാനപ്പെട്ട വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ. ഇപ്പോൾ ഡൽഹിയിൽ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങൾ പറയുന്നു. എൻ്റെ അനുഭവം അതല്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനിവിടെ അതിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഞാൻ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നില്ലേ? എല്ലാ കാലം ഞാൻ എപ്പോഴെങ്കിലും പൊതുവെ കണ്ണൂരിൽ അങ്ങ് P ജയരാജൻ, അതുപോലെ KK ശൈലജ, ഇവരെല്ലാം ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്നു. അവര് ഒരു മുഖ്യമന്ത്രിക്ക് മുകളിലേക്ക് ഉയരുന്നു എന്നുള്ള ഒരു നിങ്ങൾ തെറ്റായ അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി ഒരു നിലപാടെടുത്തു. അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്. ഇത് പാർട്ടിയിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അതിങ്ങനെ പുതിയ സഖാക്കൾ വരുന്നു. ഞങ്ങളത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താ പറയുക? നിങ്ങളവിടെ ചടഞ്ഞു കൂടുകയാണ്. നിങ്ങളവിടെ ഇങ്ങനെ ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ മറ്റ് ആരെയും പുതിയ തലമുറയിൽപ്പെട്ടവരെയൊന്നും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കപ്പെടും. ഞങ്ങളതല്ല ചെയ്തത്. ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സഖാക്കൾ
ഉള്ള കുറേ കാലത്തെ അനുഭവങ്ങളും പരിചയങ്ങളും പ്രവർത്തനങ്ങളുമുള്ള സഖാക്കൾ മാറി പുതിയ സഖാക്കൾ വരുന്നു. അവർ ഭരണരംഗത്തേക്കും നേതൃരംഗത്തേക്കും വരുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ആ പവർഫുൾ ലീഡർഷിപ്പ് ആ പ്രായത്തിൽ നിങ്ങൾക്ക് കഴിയോ? ആ പവർഫുൾ ലീഡർഷിപ്പാണ്. അതിൽ നേരിട്ട് നിങ്ങളുടെയൊക്കെ കർമ്മശേഷിയിൽ ഇപ്പോൾ സംശയമുണ്ടോ പാർട്ടിക്ക്? ഈ പ്രായവും കർമ്മശേഷി നിങ്ങളുടെ സംശയമുണ്ടോ? അല്ല, ആ സംശയത്തിൻ്റെ അല്ല, നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത് ഇന്ന് കേരളത്തിൽ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിലുള്ള ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള ഗുണങ്ങളുമുണ്ട്. ആ ഗുണങ്ങളെല്ലാം ഒന്നിപ്പിച്ച് നിർത്തി അത് പാർട്ടിയുടെ മൊത്തം സ്വത്താക്കി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചതിനെതിരായിട്ടാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. ഞങ്ങളിപ്പോഴൊരു കാര്യമാണ്, കേരളം വളരണം, വികസിക്കണം. ഞങ്ങളൊക്കെ ജീവിച്ചാലും കുറച്ചു കാലം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ശേഷവും കേരളം വളരണം, വികസിക്കണം. ആ പുതിയ ജനറേഷൻ ഉണ്ട്, അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വികസന കാര്യങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്രമായ അഭിവൃദ്ധി, 3.5 കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം. ആ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചത്. 57 തുടങ്ങിയ പ്രോസസ്സാണ്. ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാത്തിരിക്കുക. ഇപ്പം ഞാൻ ഇന്നലെ നിങ്ങൾ ഫേസ്ബുക്ക് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാകും. ഞാനൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാഷണൽ ഹൈവേ 66 ദയവ് ചെയ്ത് ഉപേക്ഷിക്കരുത്. ആ വിഴിഞ്ഞം തുറമുഖം അടച്ചുപൂട്ടരുത്, ഉപേക്ഷിക്കരുത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിക്കരുത്. ഈ കേരളത്തിൻ്റെ സമഗ്രമായ ഒട്ടനവധി വികസന പദ്ധതികളാണ്. ആ വികസന പദ്ധതികളൊന്നും തകർക്കരുത്. ആ വികസന പദ്ധതികളെല്ലാം ശക്തിപ്പെടുത്തിയെടുക്കണം. ഇനിയും കേരളത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ആ വികസന കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നാടിൻ്റെതാണ് ഞങ്ങളുടെ താല്പര്യം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കോഴിക്കോട് കഞ്ചാവുമായി 23കാരൻ പിടിയിൽ. ചക്കുംകടവ് നദീനഗർ സ്വദേശി മഹൽ കലാലയ വീട്ടിൽ അബ്ദുൾ റിഷാലാണ് പിടിയിലായത്. ഇയാളുടെ ബൈക്കിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 69 ഗ്രാം കഞ്ചാവ് ചേവായൂർ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. പയ്യാനക്കൽ, കല്ലായി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്നു പ്രതി. നദിയിൽ വീണ് യുവതി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം കമലേശ്വരം സ്വദേശി അനുപമയാണ് മരിച്ചത്. പൊന്മുടി ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് അപകടം നടന്നത്. കാൽ വഴുതി ആറ്റിലേക്ക് വീണ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് അനുപമ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ അലയൻസ് കമ്പനിയിലെ ജീവനക്കാരിയാണ് അനുപമ. ഇടുക്കി കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പൈനാവ് സ്വദേശി രാജുവാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാനിടിച്ചാണ് അപകടമുണ്ടായത്. വാഹനം ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൊല്ലം കുളത്തൂപ്പുഴയിലെ വനമേഖലയിൽ അസ്ഥികൂടം കണ്ടെത്തി. ആമക്കുളം 2-ാം മൈൽ പ്രദേശത്തെ വനത്തിനുള്ളിൽ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു അസ്ഥികൂടം കണ്ടെത്തിയത്. ഏകദേശം 6 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലം കുളത്തൂപ്പുഴ ആമക്കുളം 2-ാം മൈൽ വനമേഖലയിൽ വനപാലകർ പതിവ് പരിശോധന നടത്തുന്നതിനിടെയാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ട അസ്ഥികൂടത്തിന്റെ തലഭാഗം മരത്തിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ താഴെ വീണുകിടക്കുന്ന നിലയിലുമായിരുന്നു. തുടർന്ന് കുളത്തൂപ്പുഴ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസ്ഥികൂടം പുരുഷന്റേതാണെന്നും ഏകദേശം 6 മാസം പഴക്കമുണ്ടാകുമെന്നുമാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും DNA പരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി. 6 മാസത്തോളം പഴക്കമുള്ള സ്കെൽറ്റനാണ് കിട്ടിയിട്ടുള്ളത്. അത് അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. ചില മിസ്സിംഗ് കേസുകളോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമ്മൾ മിസ്സിംഗ് കേസിൽ ഉൾപ്പെട്ട ആൾക്കാരാണെന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. അപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും പിന്നെ DNA ടെസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം വ്യക്തമാവും. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചന്ദനക്കാവ് സ്വദേശിയായ ഒരാളെ കാണാതായ സംഭവവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന നിലയിലും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്.
അമൃത ന്യൂസ്, കൊല്ലം. മീനച്ചിലാറ്റിലെ മലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഈരാറ്റുപേട്ട നഗരസഭ ആവിഷ്കരിച്ച കർമ്മ പദ്ധതി ഫലം കണ്ടു തുടങ്ങി. മീനച്ചിലാർ ശുചീകരണവും തീരങ്ങളുടെ സൗന്ദര്യവൽക്കരണവും നടപ്പാക്കിക്കൊണ്ടാണ് നഗരസഭ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പൊതുജന പങ്കാളിത്തം കൂടി ലഭിച്ചതോടെ മീനച്ചിലാറ്റിലെ മലിനീകരണം വലിയൊരളവ് വരെ കുറഞ്ഞതായാണ് വിലയിരുത്തൽ. കോട്ടയം ജില്ലയുടെ ജീവനാഡിയായ മീനച്ചിലാർ ജലനിരപ്പ് താഴുമ്പോൾ മാലിന്യവാഹിനിയായി മാറുകയും ആറ്റിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ നദീമലിനീകരണം തടയാൻ ശക്തമായ നടപടികളുമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയത്. നദീതീരത്ത് നിരന്നു നിൽക്കുന്ന പല കെട്ടിടങ്ങളിൽ നിന്നും മാലിന്യക്കുഴലുകൾ ആറ്റിലേക്കാണ് തുറന്നിരുന്നത്. കൂട്ടത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ വരെ ആറ്റിലേക്ക് തള്ളിയിരുന്നു. നദീ മലിനീകരണത്തിനെതിരെ നഗരസഭ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചപ്പോൾ നദി വൃത്തിയായി തുടങ്ങി. മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ നമ്മൾ ഇല്ലിത്തൈകൾ വെച്ച് നട്ടു. അതോടൊപ്പം ആറിൻ്റെ തീരത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ മീനച്ചിലാറ്റിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി വിട്ടിരുന്ന ആ ഒരു പ്രവണത അത് നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് ആ കെട്ടിട ഉടമകൾ അവരുടെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ച് അതൊക്കെ കൃത്യമായി ചെയ്തു വരികയാണ്. നഗരസഭ അക്കാര്യത്തിലൊക്കെ കൃത്യമായ നടപടിക്രമങ്ങൾ എടുത്തു വരികയാണ്. മീനച്ചിലാറ്റിലെ തടവനാൽ ഭാഗത്ത് സ്ഥിരമായി മാലിന്യം തള്ളുന്നുവെന്ന പരാതിക്കും നഗരസഭാ അധികൃതർ നേരിട്ടിറങ്ങി പരിഹാരം കണ്ടു. സ്ഥാപനങ്ങളിൽ മാലിന്യം പുറത്തേക്കൊഴുക്കാതെ കെട്ടിടത്തിൽ തന്നെ ശേഖരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും മാലിന്യം ആറ്റിലേക്ക് വലിച്ചെറിയുന്നതിനും മാറ്റം വന്നതായി നഗരസഭാ നേതൃത്വം പറഞ്ഞു. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നദി ശുചീകരിക്കുകയും തീരങ്ങളിൽ മുളകൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. വൃത്തിയുള്ള നഗരവും മനോഹരിയായ മീനച്ചിലാറും എന്ന ലക്ഷ്യത്തോടെയാണ് മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളതെന്നും നഗരസഭ വ്യക്തമാക്കി. നിരവധി കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സായ മീനച്ചിലാറ്റിലെ മലിനീകരണം കുറയ്ക്കാനുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.